ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് തരത്തിലുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യത്യസ്ത രുചിയിലുള്ള രണ്ട് തരം ചമ്മന്തിയാണ്. അത് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. വളരെ രുചികരമാണ്. അത് കഞ്ഞിക്കായാലും ചോറിനായാലും ചപ്പാത്തി, ദോശ, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ആദ്യത്തെ ചമ്മന്തി ഞാൻ ഒരു മാങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ. മാങ്ങ നല്ലപോലെ ചെനച്ച മാങ്ങയാണ് കേട്ടോ. മാങ്ങയും ഒരു 2 സ്പൂണ് തേങ്ങ ചിരകിയതും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ. അതാണ് ഒരു ചമ്മന്തി. അതിനുശേഷം ഒരു വറുത്തരച്ച ചമ്മന്തിയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി, ഒരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയും മുളകും ഒക്കെ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചമ്മന്തിക്ക് നല്ല രുചിയാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 സ്പൂണ് മല്ലി, സാധാരണ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന മല്ലി ഉണ്ടല്ലോ, 2 സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തു. 2 സ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു. അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം ഒരു 2 സ്പൂണ് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും അടി പിടിക്കാണ്ട്. അപ്പോൾ അതിങ്ങനെ പൊട്ടണ ഒരു സൗണ്ട് വരും. ആ പൊട്ടണ സൗണ്ട് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അത് നല്ല മണം വരും. അപ്പോൾ നല്ല മണം വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള ചമ്മന്തികളൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ചമ്മന്തികളൊക്കെയാണ് ഉണ്ടാക്കുക. അതും വിറകടുപ്പത്ത് വെച്ച് ഇങ്ങനെ വറുത്തെടുത്ത് അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ദിവസം ഇങ്ങനെയുള്ള ചമ്മന്തികളൊക്കെയാണ് ഉണ്ടാക്കുക. രാവിലെ കഞ്ഞിക്ക്, ഇന്നത്തെ മാതിരി സ്നാക്സ് ഒന്നല്ലല്ലോ അന്നൊക്കെ നമുക്ക് കഞ്ഞിയല്ലേ. അപ്പോൾ രാവിലെ കഞ്ഞിക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെയുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുക. അതും വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ കൊണ്ട് മുളകുശ്യം, മെഴുക്കുവരട്ടി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. വല്ല കായ, ചേന, പയർ, ചേമ്പ്, ചേന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ മുളകുശ്യോ ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഇതുപോലുള്ള ചമ്മന്തികളൊക്കെയാണ് അന്നത്തെ നമ്മുടെ രാവിലത്തെ കഞ്ഞിക്ക്. അതുപോലെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായാലും ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോകാൻ നമ്മുടെ ലഞ്ച് ബോക്സിൽ വെക്കുന്ന ചമ്മന്തി ഇതാണ്. ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് ലഞ്ച് ബോക്സിലും കൂടി ഇത് അടച്ച് നമ്മൾ കൊണ്ടുപോകും കേട്ടോ. സ്കൂളിൽ ചെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്തെ പാത്രം കൊണ്ട് തുറക്കുമ്പോഴത്തെ ഒരു മണമുണ്ടല്ലോ, ആ രുചി ഇപ്പോഴും വായൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അത്ര രുചികരമാണ് ഈ ചമ്മന്തി. ഇങ്ങനെ പരിപ്പുകളെല്ലാം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 സ്പൂണ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഒരുവിധം മൂത്ത് തുടങ്ങാറായി. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഒരു പൊട്ട് പുളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പുളി ചെറിയ ഇങ്ങനെ ഇങ്ങനെ ചീന്തായിട്ട് ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ. വളരെ രുചികരമായ 2 തരം ചമ്മന്തിയാണ് ഇത്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനത്തെ ചമ്മന്തി ഒന്നും കഴിക്കില്ല. അവർക്കിപ്പം നല്ല നല്ല സ്നാക്സൊക്കെ അല്ലേ വേണ്ടു. നമ്മളൊക്കെ ഇങ്ങനെയുള്ള ചമ്മന്തികളും കഞ്ഞിയൊക്കെ അല്ലേ കുടിച്ച് ജീവിച്ച് വളർന്നിക്കുന്നത്. അപ്പോൾ ഈ വളരെ രുചികരമായ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.